അസ്സലാമു അലൈക്കും. ഞാനിങ്ങനെ തുടങ്ങുന്നതിൽ വലിയൊരു അർത്ഥമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഇന്ന് വിശുദ്ധ റംളാൻ മാസത്തിൽ നിങ്ങളെയൊക്കെ നോമ്പ് വെച്ചിരിക്കുമ്പോൾ നിങ്ങളെ വന്നിട്ട് അഭിമുഖീകരിച്ചിട്ട് സംസാരിക്കാൻ, അത് ഇന്ന് രാവിലെ ഒരു 11 വരെയും ഇങ്ങനെ ഒരു പരിപാടി ഇട്ടിട്ടില്ല. അത് അഗെയിൻ പടച്ചവൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നതായിരിക്കും, അല്ലെങ്കിൽ വരേണ്ട ഒരു കാര്യവുമില്ല. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷെഡ്യൂൾഡ് പരിപാടിയിലുള്ളതല്ല. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഈ നിപ്പ പോലുള്ള മാത്രമല്ല ഏത് രീതിയിലുള്ള ഈ പകർച്ച വ്യാധികളൊക്കെ വരുമ്പോൾ തന്നെ ഈ നമ്മളുടെ ഈ ഇപ്പോൾ നമ്മളുടെ ഈ എന്താ വിഷിങ് ശീലമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫോറിൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ കൊടുത്തിട്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. പക്ഷേ ഇന്ത്യൻ ഇതിലിപ്പോൾ നിങ്ങളീ പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ, ഇത് നിങ്ങൾ എന്നിലുള്ള ദൈവത്വത്തിനെ നിങ്ങൾ മാനിക്കുന്നതോടൊപ്പം എൻ്റെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കൈ തൊടാതെ തന്നെ ഏറ്റവും ഹൈജീനിക്കായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വിഷിങ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഇതിൽ നമ്മൾ പറയില്ലേ നമസ്തേ എന്ന് പറയുമ്പോൾ നിങ്ങളുള്ള ദൈവത്വത്തിനെ ഞാൻ തൊഴുതു വണങ്ങുന്നു എന്ന് പറയുന്നത്, ഈ രണ്ട് സാധനത്തിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുകയാണ്. കോഴിക്കോട് ജില്ല എനിക്ക് വേറൊരു രീതിയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ നോമ്പ് കാലത്തൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള വലിയ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും എന്ന് ഇത് കരുതിക്കൊണ്ട് തന്നെ അള്ളാഹുവിനോട് തന്നെ പറയുക, ഈ സാധനത്തിനെ വെളുത്ത് കൊണ്ടുപോകണം എന്നുള്ളത് അതാണ് നമ്മുടെ പ്രാർത്ഥന. അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സയൻസ് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മളിപ്പോഴത്തെ ഈ പ്രതിസന്ധി എല്ലാം തന്നെ കൂടിയാൽ ഇനിയൊരു മാസത്തേക്ക് കൂടെ ഉണ്ടാകും, അതിലപ്പുറം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും സയൻസിൻ്റെ കണക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വല്ലാതെ അങ്ങോട്ട് എല്ലാവരും വല്ലാതെ ബേജാറായി പോയിട്ടുള്ളൂ. നിലം തൊടാത്ത ബേജാറ്. അത് നിപ്പ വൈറസ് പോലും പേടിച്ച് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളും ഓരോ വീട്ടിലുള്ള ആളുകളും എല്ലാവരും അങ്ങ് ബേജാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത്ര ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷേ ചില ജാഗ്രത, ചില ശ്രദ്ധ, ചില ഇത്തരം കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് ഈ ഒരു സാധനത്തെ നമുക്ക് നേരിടാൻ കഴിയും എന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. കാരണം ഈ അസുഖം എന്ന് വെച്ചാൽ മുമ്പ് നേരത്തെ നിങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും പ്രിൻ്റഡ് മാധ്യമങ്ങളിലൂടെയും വിഷ്വൽ മാധ്യമങ്ങളിലൂടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ നമ്മളുടെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്ത് നമ്മളെ ആളുകളെ പരിഭ്രാന്തരാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ വഴുതി വിടാതെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് ജില്ലാ ഭരണാധികാരികളുമായിട്ടും DHS ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകളിൽ എല്ലാം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇല്ലാത്ത വിധം സംസ്ഥാന ഗവൺമെൻറ്റും ഇവിടുത്തെ ആരോഗ്യ സംവിധാനവും എല്ലാം തന്നെ വളരെ ജാഗരൂകമായിട്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതായിരിക്കില്ല. അത് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഇന്നലെ പോലും ഞാൻ കലക്ടറെ കാണാൻ പോകുന്നു 9-9:30 മണി വരെ അദ്ദേഹം അവിടെ ഈ കാര്യങ്ങളിൽ ഉള്ള മീറ്റിങ്ങും കൺട്രോളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും രീതിയിൽ എല്ലാവരും ഡെയിലി റിപ്പോർട്ടിംഗ്, മോർണിംഗ് റിപ്പോർട്ട്, ഈവനിങ് റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലിടയ്ക്കുള്ള ബാക്കിയുള്ള കുപ്രചരണങ്ങളും അല്ലാത്ത സാധനങ്ങളിലും നമ്മൾ ആരും പെടരുത് എന്നുള്ളത് വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. കാരണം അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഗവൺമെൻറ് ദിവസങ്ങളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മറ്റും പുറപ്പെടുവിപ്പിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ശാസ്ത്രീയമായി. അത് അവർ മുമ്പുള്ള പോലെയല്ല, കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പേർട്സുകളും ഒക്കെ ആയി ഇരുന്നിട്ട് സംസാരിച്ച് അവരുടെ ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ നടന്നു വരുന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നാൽ മീറ്റിങ്ങിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇനി പ്രത്യേകമായിട്ട് ഈ ഒരു വൈറസിന് പൊതുവേ എവിടെയും ചികിത്സ അധികം ഇല്ലാത്ത ഒരു സാധനമാണ്. അങ്ങനത്തെ ഒരു സാധനം നാട്ടിൽ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത, നേരത്തെ ഒരിക്കലും മലേഷ്യയിലും ഒരിക്കലും
ബംഗ്ലാദേശിലും മാത്രം കറങ്ങി നടന്ന ഒരാൾ നമ്മൾ പെരാമ്പ്രയിൽ വരുന്നു, നമ്മളെ കേരളത്തെ അവിടുത്തെ ഒരു ഫാമിലിയിലൂടെ കയറി വരുന്നു. അതിലൂടെ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും അല്ലാത്തവരും ബന്ധപ്പെട്ടവരുമായിട്ടുള്ള 10-18 ആളുകളെ ഉള്ള ജീവനുമായിട്ട് ഇദ്ദേഹം ഈ വൈറസ് ഇവിടെ പൂർണ്ണമായിട്ടും പോയി എന്ന് നമുക്ക് പറയാനായിട്ടില്ല. പക്ഷേ എന്നാലും ഭീതിയുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള അസുഖങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു നിപ വൈറസിൻ്റെ കാര്യത്തിലെടുത്ത് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖമാണെന്നിരിക്കട്ടെ, ഇവിടുത്തെ വിഷയം എന്താ? ചിക്കൻ ബോക്സ് നമുക്ക് ആ പനി വരുന്ന സമയം നമുക്ക് മൂക്കിത് വെള്ളം ഒലിക്കുന്ന പനി വരുന്ന ആ പുളുകം പൊട്ടി അത് ഇതാവുന്ന വരെ ആണ് അതിൻ്റെ ഒരു ഇൻഫെക്റ്റിവിറ്റി. അത്തരം ആ സമയത്താണ് ബാക്കിയുള്ള ഒരാൾക്ക് കിട്ടുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിൽ നമ്മൾ പൊള്ളമൊക്കെ ഉണ്ടാവും, മുണങ്ങും. പക്ഷേ അപ്പോഴൊന്നും അത് ഇൻഫെക്റ്റീവ് അല്ല, അത് മെല്ലെ അങ്ങോട്ട് സബ്സൈഡ് ചെയ്ത് പോകും സൂക്കട് മാറുന്നതിനനുസരിച്ച്. പക്ഷേ ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിംറ്റം ഉണ്ടാകും. സിംറ്റം എന്ന് പറയുന്നത് ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മളെ ശരീരത്തിൽ കയറിയാൽ നമ്മളെ ശരീരം അതിനോട് പ്രകടിപ്പിക്കുന്ന പ്രതിരോധത്തിൽ നിന്നുണ്ടാകുന്ന ലക്ഷണങ്ങളെയാണ്, രോഗലക്ഷണങ്ങളെയാണ് നമ്മൾ സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുന്ന നിമിഷം മുതലാണ് ഈ വൈറസ് മറ്റൊരാൾക്ക് കിട്ടുന്നത്. അതിന് പ്രപ്പോർഷണേറ്റായിട്ട് ഈ രോഗലക്ഷണം കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ട് ബാക്കി സൂക്കടിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരാൾക്ക് പിന്നെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഇദ്ദേഹം ബാക്കിയുള്ള ഒരാൾക്ക് ഡിസീസ് പകരുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റുള്ള സൂക്കടിൽ ഞാൻ പറയില്ല, കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇവിടെ കൂടിയിട്ടാണ് വരുന്നത്. ആ ഒരു കൂടി വരുന്ന അവസ്ഥ ഇദ്ദേഹം ICUയിലൊക്കെ കിടക്കുന്ന ആളാണെങ്കിൽ മാക്സിമം നമ്മൾ അത്രയും പിന്നെ ശരീരത്തിൽ വൈറസ് ലോഡ് ഉണ്ടാകുകയും അത്രയും ബാക്കിയുള്ള അതിനോട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുകയും അത് മരണത്തിന് ശേഷം ആ ബോഡി മണ്ണിലോ അല്ലെങ്കിൽ അഗ്നിയിലോ ഒക്കെ ലയിക്കുന്ന സമയം വരെയും അത് തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബാക്കിയുള്ളതിൽ നിന്നുള്ള പ്രത്യേകത. പിന്നെ വളരെ മാരകമായി പിടിപെട്ടാൽ നമ്മളെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലുള്ളത്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയിട്ടുള്ള അവയവങ്ങളെ കാര്യമായി ബാധിക്കുകയും അവയുടെ പ്രവർത്തനം അവതാളത്തിലാക്കുകയും അങ്ങനെയാണ് ഈ രോഗി മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയും ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ ഈ രോഗത്തെ പറ്റിയിട്ടുള്ള നട്ഷലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം ഇപ്പം നമുക്ക് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അസുഖം ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അസുഖം വന്ന് 2 മരണത്തിലേക്ക് പോയപ്പോൾ തന്നെ നമ്മളുടെ ഡോക്ടർമാർ ബേബി മെമ്മോറിയൽ അനൂപ് ആൻഡ് ബാക്കിയുള്ള അവരുടെ ടീമിനൊക്കെ കൂടിയിട്ട് ഇത് നിപ്പയാണെന്ന് അവർക്ക് സംശയിക്കാൻ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുകയും അതിലൂടെ അത് സാമ്പിളുകളൊക്കെ അയച്ച് അത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ പ്രിക്കോഷൻസും ജാഗ്രതയൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞത്. ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ശരി. കുറേ ആൾക്കാർ സാധാരണ പനി വരുന്നു, കുറേ ആൾക്കാർ മരിക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണും. ഇപ്പോൾ ഈ പറഞ്ഞൊരു പക്ഷേ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും എമർജൻസി നേരിട്ട് വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരിക ചെയ്യുക പനിയായിട്ട്. അപ്പോൾ അവർ ഏതാണ് നിപ്പയാണോ ഒന്നും നോക്കിയിട്ടാവില്ല ചെയ്യുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ അറിയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരോ അല്ലാത്ത ആളുകളൊക്കെ തന്നെ മരണത്തിന് ഒരു പക്ഷേ കീഴടങ്ങിപ്പോയേനെ. അവിടെ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ പടച്ചവൻ നമ്മളെ കാത്തിട്ടുണ്ട്, വളരെ അധികം കാത്തിട്ടുണ്ട്. നമ്മളെ പരീക്ഷിക്കുമ്പോൾ തന്നെ മറ്റു സ്ഥലത്ത് അദ്ദേഹം നമ്മളെ കാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ളതും തന്നെ പെട്ടെന്ന് ബാക്കിയുള്ള ഇപ്പം നമ്മൾ ഓക്കി ദുരന്തമൊന്നും ഉണ്ടായ പോലെ എല്ലാ ഗവൺമെൻറ് ഇപ്രാവശ്യം ഇടപെട്ടത്. അതിനേക്കാളൊക്കെ വളരെ ജാഗരൂകമായിട്ട് ഇടപെടുമ്പോൾ അവിടെയും എല്ലാം ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ഈ രോഗത്തിനുള്ള അത് തടഞ്ഞു നിർത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിലൊക്കെ ഒരുപാട് ആളുകൾ 100-200 ആളുകളൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇതാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ അവിടെ ആ ആസ്പെക്റ്റിൽ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഇത് എങ്ങനെയാണ് വേറൊരാൾക്ക് കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മാസ്ക് കെട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടാവും, ചിലർ കഴുത്തിൻ്റെ പിറകിൽ കെട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർ തലേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. ഈ അസുഖം നമ്മളിപ്പോൾ TBയോ അല്ലെങ്കിൽ ഈ H1N1 പോലുള്ള അസുഖങ്ങളൊക്കെ പകരുന്ന പോലെ വായുവിലൂടെ അല്ല പകരുന്നത്. പിന്നെ എന്തുകൊണ്ട് ആളുകളോട് മാസ്ക് കെട്ടാൻ പറയുന്നു?
എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പനിയോ അസുഖമോ ഉള്ള ആൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തുപ്പലും സ്രവങ്ങളൊക്കെ കുറച്ച് ദൂരത്തേക്ക് തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ഈ കഴിഞ്ഞ നമ്മൾ മരിച്ച 18 ആളുകളെയും നമ്മൾ പിന്തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവർക്ക് ഈ ആദ്യം അസുഖം വന്ന ആളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായോ ഉള്ള സമ്പർക്കമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ ക്ലോസ് ആയിട്ട് സമ്പർക്കമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ അസുഖം കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ വേർപ്പ്, നമ്മളുടെ മൂത്രം അല്ലെങ്കിൽ ഛർദിൽ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ബോഡി സ്രവങ്ങളിലൂടെ അതിനോട് വരുന്ന കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഇത് മറ്റൊരാൾക്ക് കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾക്ക് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച വരെ സമയം എടുക്കാം ഈ കിട്ടിയ ആൾക്ക് അസുഖമാണോ എന്ന് അറിയുന്നതിന്. അതിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കലക്ടർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിക്കുന്നതിൻ്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ, നമ്മൾ അവസാനം മരിച്ച ആളുടെ മരണസമയത്തുനിന്ന് അങ്ങോട്ട് 2 ആഴ്ച വരെ നമ്മൾ അതീവ ജാഗ്രതയും അതിന് ഒരു 2 ആഴ്ച വരെ ജാഗ്രതയും ഇരിക്കണം എന്നുള്ള അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തിലും ഇതിലുമാണ്. നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഒത്തുചേരലുകൾ പോലും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ബന്ദ് കൊടുത്താലും ഇങ്ങനെ ഒരു ഫ്രീസിങ് സിറ്റുവേഷൻ വരുന്നുമില്ല. അത്ര ഒരു ഹർത്താലിൻ്റെയോ ബന്ദിൻ്റെയോ ഒക്കെ പ്രതീതിയിൽ നമ്മൾ കോഴിക്കോടും പരിസര പ്രദേശങ്ങളും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിങ്ങനെ പേടിച്ച് ഇരിക്കേണ്ട, നമ്മൾ പുറത്തിറങ്ങണം, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അസുഖമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മഴ പെയ്യാൻ തുടങ്ങി. ഇന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണം അനുസരിച്ചിട്ട് അടുത്ത ചൊവ്വാഴ്ച മുതൽ അത് ഫുൾ ഫ്ലഡ്ജായിട്ട് നമ്മളെ കാലവർഷം മൺസൂൺ കേരളത്തിൽ വരുമെന്നുള്ളതാണ്. ഈ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അല്ലാതെ കഴിഞ്ഞ വർഷങ്ങളും അതിൻ്റെ മുമ്പൊക്കെ വന്നിട്ടുള്ള പനി രോഗങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഡെങ്കു ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത ആഴ്ച വരുന്നതോട് കൂടിയിട്ട് ഈ തനതായിട്ടുണ്ടാകുന്ന കേരളത്തിൽ കൊല്ലാകൊല്ലം വർഷാവർഷം വരുന്ന മഴക്കാലജന്യ പനി രോഗങ്ങളും നിപ്പയും തമ്മിൽ ക്ലാഷ് ചെയ്യുമ്പോൾ ഈവൻ ആരോഗ്യ പ്രവർത്തകർക്കും അല്ലാത്തവർക്കും ഇത് ഏതെന്ന് തിരിച്ചറിയാൻ വല്ലാത്ത വിഷമമുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കതിൽ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ആൾക്ക് പനി വരുന്നു, ആ പനി വന്ന ആൾക്ക് നേരത്തെ നിപ്പയുമായി ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സമ്പർക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിപ്പയുടെ കാറ്റഗറിയിൽ മാറ്റി നിർത്തി നിരീക്ഷിക്കുക എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്കതിന് ചെയ്യാവുന്ന ഒരു മാർഗം. അതാണ് ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം അത് അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് സാധാരണ ഇല്ല. പക്ഷേ സ്റ്റിൽ ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഐസൊലേഷൻ എന്നുള്ളത് തന്നെ വലിയൊരു ഭീതിയായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെ പനി വന്നാൽ മിണ്ടാതിരിക്കുകയും അതല്ലെങ്കിൽ വേറെ എവിടത്തേക്കെങ്കിലും പോവുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോ ആളുകൾക്കും അതിൻ്റെ ഒരു ചിട്ടയായ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്താതെ തന്നെ അവരോട് ഇടപെട്ടുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പേരാമ്പ്ര ബാലുശ്ശേരി ബാധയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആളുകളൊക്കെ വീടൊക്കെ വിട്ടങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു നിപ്പയുടെ കാര്യം നമ്മൾ എന്ത് തന്നെയായാലും വൈറസിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ അത് സബ്സൈഡ് ആവും. പിന്നെ മാത്രമല്ല നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ എങ്ങോട്ടും അങ്ങനെ സ്പ്രെഡ് ആവില്ല. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇത് ബാധിച്ച പ്രദേശങ്ങളിലും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നമ്മളൊരു മാനസികമായിട്ടും അല്ലാത്തതൊക്കെ തന്നെയുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും മരണങ്ങൾ ഉണ്ടാവാൻ പലപ്പോഴും ആദ്യത്തെ കുറേ ആളുകൾക്ക് ഇത് ഈ രോഗമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നീട് രോഗം തിരിച്ചറിയുമ്പോൾ തന്നെ ഈ കൃത്യമായിട്ടുള്ള
ഈ പ്രിക്കോഷൻസിൻ്റെ ശ്രദ്ധയുടെയും പ്രിക്കോഷൻസിൻ്റെ അപാകതകളൊക്കെ കൊണ്ടാണ് അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തത്. കാരണം ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്തിൽ ആയിരക്കണക്കിന് രോഗികൾ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പലപ്പോഴും പല രീതിയിലുള്ള ആളുകൾ കയറി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അവർക്ക് നിയന്ത്രിക്കാനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഈ നിപ്പ രോഗികളുണ്ടായത് ബേബി മെമ്മോറിയലും മെഡിക്കൽ കോളേജിൽ അത് ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരുണ്ട്, ബേബി മെമ്മോറിയൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, മിംസിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. അപ്പോൾ അവരൊന്നും മരിച്ചിട്ടില്ല, അവർക്ക് രോഗം കിട്ടിയിട്ടുമില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ബാരിയർ നഴ്സിംഗ് എന്ന് പറയുന്ന സംവിധാനം എല്ലാ ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാരിയർ നഴ്സിംഗ് ചെയ്തുകൊണ്ടാണ് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുഹമ്മദ് ഭായ് എഞ്ചിനീയറുമായിട്ടും സുഹൃത്ത് അംസമാഷ് ഇങ്ങനെ കുറേ ആൾക്കാർ ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്തരം ഒത്തുചേരലുകളിലും പള്ളികളിലും പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈജീനിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ ഒക്കെ തന്നെ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ അസ്സലാമു അലൈക്കും എന്നുള്ള ഈ രീതിയിലുള്ള വിഷിങ് തന്നെ ഒന്നാമത്തെ ഹൈജീനിക് സാധനമാണ്. അതിൻ്റെ രണ്ടാമത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ആവുന്നവരെ നമ്മളെ ശുദ്ധി നമ്മൾ കൈയൊക്കെ കഴുകുന്ന കാലൊക്കെ കഴുകുന്ന ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കാലം നമുക്ക് ഹൗദിന് പകരം നമുക്ക് പിന്നെ ടാപ്പാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഉപയോഗിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും വരുന്ന ഒരാൾക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ അവർ ഇതിലേക്ക് കയറി അങ്ങനെയുള്ള ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ ഈ ഹാൻഡ് ഹൈജീൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ മാത്രമല്ല, ഇനിയിപ്പോൾ ഈ നിപ്പ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് കൈ കഴുകുന്ന ഒരു ശീലം, സോപ്പും വാട്ടറും ഉപയോഗിച്ചിട്ട് കൈ കഴുകുന്ന ഒരു ശീലം നമുക്ക് അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് പിന്നെ നമുക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ അതുപോലെ നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ രോഗികളെ കാണാൻ പോവുകയാണെങ്കിലും നിങ്ങളെ ബന്ധുക്കളെ ആരെ കാണാൻ പോവുകയാണെങ്കിലും അവർ കാണുന്നതിന് മുമ്പും അല്ലെങ്കിൽ അടുത്ത് പോയി സംസാരിച്ചതിന് മുമ്പും അതിന് ശേഷവും ഒക്കെയുള്ള പിന്നെ ഹാൻഡ് ഹൈജീൻ ആക്ച്വലി ലൈക്ക് ഒരു ഹാൻഡ് സെൻസിറ്റൈസർ എന്നുള്ളൊരു നമുക്ക് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചെറിയ ബോട്ടിലായിട്ട് 100 ml ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ സാധനം ഉപയോഗിച്ചിട്ട് നല്ല ഹാൻഡ് വാഷിങ് അതിനൊരു ശരിക്കും പറയുകയാണെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ കയ്യിലാക്കി ഇങ്ങനെ കാണിച്ചാൽ പോരാ. നമുക്കൊരു 8 സ്റ്റെപ്പായിട്ട് നമ്മളത് പിന്നെ ഞാൻ കാണിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ശരിക്കും ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ രോഗികളെയൊക്കെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ കാണുമ്പോൾ ഇതിൻ്റെ ഒരാളുണ്ട് അവിടെ നിപ്പയാണ് ആശുപത്രിയിലേക്ക് കയറുകയേ ചെയ്യരുത് എന്നുള്ളത് പാടില്ല. നമ്മൾ പോകുമ്പോൾ ഇത്തരം പിന്നെ പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മാസ്ക് കെട്ടുക. ഈ മാസ്ക് കെട്ടിയിട്ട് വേറെ ഇപ്പോഴത്തെ ഒരു സാധനം വെച്ചാൽ മാസ്ക് കെട്ടി പിന്നെ തോന്നിയോടത്ത് വലിച്ചെറിയുക എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തേണ്ട കാര്യം. അപ്പോൾ അതിൽ നമ്മളൊന്ന് മാറിയിട്ട് അതിൻ്റെ ഡിസ്പോസൽ ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എങ്ങനെയാണ് ഈ കൈ ശരിക്ക് ഈ സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ കൈ സെൻസിറ്റൈസ് ഇത് ചെയ്യുന്നത്. അതിൽ വന്നു എങ്ങനെയാക്കുന്നു എന്നിട്ട് എൻ്റെ കൈയിൻ്റെ പുറം പിന്നെ മറ്റേ കൈയിൻ്റെ പുറം എന്നിട്ട് ഈ കൈയിൻ്റെ ഇടയിലുള്ള വിരൽ ഇതൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഉള്ളം കൈയിൻ്റെ ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്നതിന് ശേഷം അതേപോലെ ഇപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ എനിക്കൊരു 2 മിനിറ്റ് എടുക്കും. അത് ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മളത് കറക്റ്റാവുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാണുന്നതിന് മുമ്പും അതിന് മുമ്പും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ നിപ്പ മാത്രമല്ല, നമ്മൾ വരാൻ പോകുന്ന മഴക്കാലജന്യ രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളെ പോലും തടയാൻ ഈ ഒരു രീതി കൊണ്ട് കഴിയും എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞാൻ വെരി റീസെൻ്റ്ലി ഞാൻ അമേരിക്കയിൽ ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടലിലേക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവർ ഇതുപോലുള്ള സെൻസിറ്റൈസർ നമ്മളെ കയ്യിലേക്ക് അവർ അടിച്ചു തരും. ബാത്റൂമിൽ നമ്മൾ അതിലേക്ക് കയറുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ 10 ദിവസം 15 ദിവസം അമേരിക്കയിൽ എനിക്കൊരു വയറിന് അപ്സെറ്റോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ചാൽ നമുക്കും പ്രായോഗികമാക്കാവുന്ന
സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സോപ്പ് സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്, യു ആർ വെരി അവെയർ ഓഫ് ദ ടൈം. അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സെൻസിറ്റൈസർ വേണമെങ്കിൽ അവിടെ വെക്കാം. ഒരാൾ വരുമ്പോൾ കയ്യിലേക്ക് അങ്ങ് അടിച്ചു കൊടുത്താൽ, ഇപ്പോൾ പല ആൾക്കാർക്കും മടി ഉണ്ടാവും ചെയ്യാൻ, കൈ കാണിക്കുക ഒന്ന് അടിച്ച്, അപ്പോൾ അവർ കയ്യും തുടച്ച് ഇങ്ങോട്ട് കയറും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഈ ഡിസീസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള വലിയൊരു ആശ്വാസമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു വലിയൊരു വിഷയം, എനിക്ക് തോന്നുന്നു ഇത് ഏത് മതമായാലും നമ്മൾ മരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ബോഡി പോലും കാണാൻ കഴിയുന്നില്ല. ആ ഒരു വിഷയം ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കാലങ്ങളോളം എനിക്ക് തോന്നുന്നു ഈ ഫാമിലിയിൽ പെട്ട മരിച്ച ആളുകളിലൊക്കെ തന്നെയും അത് കാലങ്ങളോളം അവർക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിട്ട് അത് നിൽക്കും. പക്ഷെ നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഇതെല്ലാം ഏത് രീതിയിലുള്ള ഇങ്ങനെ ഒരു സസ്പെക്റ്റഡ് സാധനമൊക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് തന്നെ ഈ രീതിയിൽ ചെയ്യുന്നത്, കംപ്ലീറ്റ് അത് കൺട്രോൾ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കലക്ടറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാണ്, ഈ ഇവിടുത്തെ നമ്മളെ ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഹെൽത്ത് കോർപ്പറേഷനിലെ ഹെൽത്ത് സെക്രട്ടറി മാത്രമാണ് എല്ലാ ബോഡിയും അന്ത്യകർമ്മങ്ങൾക്ക് വരുന്നത്. ബാക്കി ആളെ പോലും കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി വരുന്നത്. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിതിൽ ഇടപെടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഗോകുമാർ 8-9 ബോഡികൾ സംസ്കരിക്കുന്നതിന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നമ്മളെല്ലാ ആളുകളും, അപ്പോൾ നമ്മളെ പുരുഷോത്തമൻ അതിന് ഒരുപാട് നമ്മൾ ആംബുലൻസുകാർ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുന്നതിനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഉള്ള പ്രിക്കോഷൻസ്, ഈ നേരത്തെ പൂർണ്ണമായിട്ടുള്ള പി പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാസ്കും ഇതും മാത്രമല്ല, ഈ പൂർണ്ണമായിട്ടുള്ള പി പിയിൽ നമ്മൾ കാലിൻ്റെ ഓറ, അതിനുശേഷം ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഗൗണ്, പിന്നെ അതിന് കൂടെ കണ്ണട, മാസ്ക്, തൊപ്പി, ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് പിന്നീട് ആയിട്ടാണ് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് അവിടെ ഇവിടെയും അലക്ഷ്യമായി ഇടാതെ ശാസ്ത്രീയമായിട്ട് തന്നെ അത് റിമൂവ് ചെയ്തിട്ട് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഈ ബോഡിയൊക്കെ സംസ്കരിക്കുന്ന പോലെ തന്നെ ഇത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം അപ്പോൾ എനിക്ക് നേരത്തെ കോയ എഞ്ചിനീയറോട് സംസാരിക്കുമ്പോൾ കോയ പറഞ്ഞ ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു അതിൽ ഈ രീതിയിൽ ഇടപെട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് നിപ്പ ആണെങ്കിൽ നമുക്ക് അതിനൊരു സാധ്യതയില്ല. നേരെ ബോഡി നമുക്ക് ഗവൺമെൻറ്റിന് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇനി അല്ലാത്ത കാര്യങ്ങളിലും ഇത്തരം പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അംസമാഷ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതൊരു ഡിസാസ്റ്ററാണ്. കാരണം 15 ആൾക്കാർ മരിക്കുന്നു, 18 ആൾക്കാർ മരിക്കുന്നു, വല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഡിസാസ്റ്ററിൽ പെടുന്ന ബോഡികളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അങ്ങനെ വരുന്ന സമയത്ത്, കാരണം ഇത്തരം സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്, അത് ഒഴിവാക്കാം എന്നുള്ള ഒരു ഷഹീദ്. അപ്പോൾ ആ രീതിയിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ സാധനം കൺട്രോളാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് സംക്ഷിപ്തമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നതുമായിരിക്കും. അവസാനമായിട്ട് അതിലേക്ക് ഒറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ അങ്ങനെ പേടിച്ച് വിറച്ച് നമ്മൾ എല്ലാവരെയും ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വേണ്ട. നമ്മൾ ഇടപഴകണം. ഇത് നമ്മളുടെ സ്ഥലമാണ് ഇത്. അപ്പോൾ അങ്ങനെ പേടിക്കരുത്. അങ്ങനെ പേടിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര പേടിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആവശ്യമുള്ളതിലേക്ക് മാത്രം കൊടുക്കുക. വെറുതെ അങ്ങ് പേടിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ള വാട്സാപ്പ് മെസ്സേജിൽ ഒരു മെസ്സേജ് വരികയാണ്, ഹൈലൈറ്റ് മാളിൽ സെക്യൂരിറ്റിക്ക് ഇത് കിട്ടി, അവിടെ മാൾ അടച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അടിച്ച് ഇറങ്ങണം. അപ്പോൾ അതിലിടയ്ക്ക് പറയും ഇവിടെ ഒരു പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ പൊതുവേ എല്ലാ കാര്യത്തിലും കുറച്ച് വേഗം നമ്മൾ പറയുന്നത് നമ്മൾ വലിയ വലിയ കേമന്മാരാണെന്ന്, പക്ഷെ നമ്മൾ പറ്റിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്റ്റേണായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, വിശ്വസിക്കുക. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ സയൻസിൽ വിശ്വസിക്കുക, സത്യത്തിൽ വിശ്വസിക്കുക. അത് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഈ ജൂൺ അവസാനത്തിൽ കൂടുതലൊന്നും ഇത് പോകാൻ പോകുന്നില്ല. അതിനൊരു തീരുമാനം ഉണ്ടാകും.
ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയും. രോഗലക്ഷണം പിന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിപ്പോൾ സാധാരണ പനി പോലെ തന്നെയാണ്, ബാക്കിയുള്ള ഇത് സാധാരണ ഒരു പനിയായിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിപ്പയാണോ അതല്ലെങ്കിൽ സാധാരണ ജലദോഷം പനിയാണോ, H1N1 ആണോ, എലിപ്പനിയാണോ എന്നൊക്കെ ആദ്യം പനി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ നിപ്പ അസുഖം വന്നിട്ടുള്ള രോഗികളുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിപ്പയുടെ സംശയ നിഴലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിനെ പരിചരിക്കുന്നു. ചികിത്സയിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രോഗം കുറച്ച് മോളേറി വരുമ്പോഴത്തേക്ക്, രോഗത്തിൻ്റെ കാഠിന്യം കൂടി വരുമ്പോഴത്തേക്ക്, ശരീരത്തിൽ വൈറൽ ലോഡൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ നമ്മളുടെ വ്യവസ്ഥകളെ, അവയവ വ്യവസ്ഥകളെ അത് ബാധിക്കും. അപ്പോൾ അത് ബാധിക്കുന്നത് ഒന്ന് ബാധിക്കുന്നത് നമ്മളെ തലച്ചോറിനെയാണ്. തലച്ചോറിനെ ഇത് ബാധിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കോൺഷ്യസ് ലെവലുണ്ടല്ലോ, നമ്മളെ ബോധ നിലവാരത്തിൽ കുറച്ച് മങ്ങലേൽക്കുകയും പലപ്പോഴും ഈ ആൾക്ക് ഒരു സംസാരിക്കുന്നതിൽ എന്താ പറയുക, ഒരു അൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ജന്നി ജ്വരം എന്തൊക്കെ പറയുന്ന പോലെയുള്ള പിച്ചും പേയും പറയുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സീരിയസ് ആയി വന്നു. പിന്നെ അത് പോകുന്നത് അബോധാവസ്ഥയിലേക്കാണ്. അത് തലച്ചോറിനെ ബാധിക്കുമ്പോൾ, ഇതേ വൈറസ് തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ തന്നെ ഹൃദയത്തെ ബാധിക്കാം. ഹൃദയത്തിനെ ബാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പേശികൾക്ക്, അതിലുള്ള കോശങ്ങൾക്കൊക്കെ നീർവീഴ്ച വരികയും അതിൽ നീർവീഴ്ച വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് മയോകാർഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഹാർട്ടിനെ വരും. പലപ്പോഴും ഈ രോഗികളൊക്കെ മരിക്കുന്നത് ഈ ഹാർട്ടിനെ ബാധിച്ചുകൊണ്ടാണ്. ഹാർട്ടിനെ വന്ന് മയോകാർഡൈറ്റിസ് വരുന്നതാണ്. അതേപോലെ തന്നെ അതേ ഇൻറ്റൻസിറ്റി തന്നെ തൊട്ടപ്പുറത്ത് ഹാർട്ട് ഇവിടെ കിടക്കുന്നു, ഹാർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ലങ്ങിനെ ബാധിക്കും. ലങ്ങിൽ നീർവീഴ്ച വരുമ്പോൾ നമ്മൾ ARDS എന്ന് പറയുന്ന അഡൽട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്, നമ്മൾ സയൻസിൽ അങ്ങനെ പറയുന്നത്. ബേസിക്കലി ഇതൊക്കെ തന്നെ നമ്മളെ ശരീരകലകളെ, ഹാർട്ടിൻ്റെയും ലങ്ങിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ ശരീരകലകളെ ഈ വൈറസ് ബാധിക്കുകയും അതിൽ നീർവീഴ്ച വരികയും ആ ശരീരകലകളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ രോഗാവസ്ഥ. അപ്പോൾ അതനുസരിച്ചിട്ട് രോഗിയുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പനി പ്രോഗ്രസ് ചെയ്യുമ്പോൾ തലച്ചോറിനുള്ള അവസ്ഥാവിശേഷം, ചെന്നി, ജ്വരം, ചിലപ്പോൾ അപസ്മാരം എന്നുള്ള രീതിയിൽ അബോധാവസ്ഥ തുടങ്ങിയ കാര്യത്തിലേക്കും, ഇവിടെയാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കുമ്പോൾ രക്തസമ്മർദ്ദം നിലനിർത്താൻ കഴിയാതെ രക്തത്തിൻ്റെ നമ്മളെ ബ്ലഡ് പ്രഷർ കുറയുന്ന രീതിയിലേക്ക് പോവുകയും, ശ്വാസകോശത്തിനെ ബാധിക്കുമ്പോൾ ശ്വാസം മുട്ടായിട്ടും ആ രീതിയിൽ ഒക്കെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. എങ്ങനെ നിരീക്ഷണത്തിലുണ്ടെന്ന് പറയുന്നു. അത് ശരിയാണ്. കാരണം നമുക്ക് നമ്മൾ ഈ എപ്പിഡെമിയോളജി നമ്മളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇത്തരം ഇതിപ്പോൾ നമ്മൾ ഔട്ട് ബ്രേക്ക് എന്നുള്ള സയൻസിൽ പറയുമ്പോൾ ഔട്ട് ബ്രേക്കാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ ഒരു ഡിസീസ് ആദ്യമായിട്ട് അങ്ങ് പൊട്ടിപ്പുറപ്പെടുന്നതിനാണ് നമ്മൾ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക്, ഒരു പ്രദേശത്തെ ഒരുപാട് ആളുകൾക്ക് അസുഖം വരുമ്പോൾ, ഇപ്പോൾ ഈ 15 അല്ല, ഒരുപാട് ആളുകൾക്ക്, അപ്പോഴാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡിസീസ് നമ്മൾ എപ്പിഡമിക് അല്ല, ഔട്ട് ബ്രേക്ക് മാത്രമാണ്. അപ്പോൾ ഇതിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇതിനെ അങ്ങ് കട്ടയ്ക്ക് അവിടെയൊക്കെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ രോഗി ഇവിടെ വന്നിട്ടുള്ള സാബിത്ത് തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ 18 മരിച്ച ആളുകളും അതിന് വേറെയുള്ള അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്ന 2 ആൾക്കുള്ള 20 ആളുകളുമായും ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ബന്ധപ്പെട്ട ആളുകളെ ഉള്ള മുഴുവൻ ലിസ്റ്റും കളക്ട് ചെയ്തുകൊണ്ട്
അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതും അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല, അസുഖം വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു സാധനമാണ് ഈ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു 1500-2000-ഓളം ആളുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരെയും ട്രേസ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനുകൊണ്ടിയാണ് അവരിപ്പോൾ ഒരു സെല്ല്, ഐ മീൻ ലിപ്പാസ് സെൽ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഓരോ ആൾക്കാരെയും വ്യക്തിപരമായി വിളിച്ച് ഈ പാനിക് ആവാതെ വിളിച്ച് അവരെ കൺസോൾ ചെയ്യുക എന്നുള്ള ഒരു സ്ഥാനമാണ് എല്ലാവർക്കും. അത് കമ്മ്യൂണിറ്റി ലെവലുള്ള നിരീക്ഷണം. അപ്പോൾ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുമായി ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ സമ്പർക്കമുണ്ടായ ഒരാൾക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കണം. അവരെ ഈ വൈറൽ ടെസ്റ്റും ബാക്കി സാധനങ്ങളും പോസിറ്റീവ് ആവുന്നത് വരെ അവർ ഒരിക്കലും നിപ്പ രോഗിയല്ല, പക്ഷേ അവർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാറ്റഗറിയിൽ അവരെ നിരീക്ഷിക്കുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതെ അതെ അദ്ദേഹം ചോദിച്ചത് പിറകിലിരിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞ ഇവിടുന്ന് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് വായുവിലൂടെ പകരില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ 1 മീറ്റർ വിട്ടു നിൽക്കണം എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടി ബി ഒക്കെ ആണെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ അത് വായുവിൽ തന്നെ ഈ വൈറസ് തങ്ങി നിൽക്കുകയും പിന്നീട് നമുക്കതിൽ കൂടെ അടുത്ത് കൂടെ പോയാലൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള അസുഖമാണ് ടി ബി പോലുള്ള അസുഖങ്ങൾ. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ H1N1 പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ. ഈ ഇതിലെന്ന് വെച്ചാൽ ഒരേ ഒരു പോസിബിലിറ്റി, എനിക്കിപ്പോൾ നിപ്പ വൈറസ് ബാധിച്ച രോഗിയാണെങ്കിൽ എനിക്ക് എൻ്റെ ശ്വാസകോശത്തിനെ അത് ബാധിച്ചാൽ ഞാൻ ചുമയ്ക്കും. അപ്പോൾ ഞാൻ ചുമയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തുപ്പൽ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തുപ്പലോ ഒക്കെ സംസാരിച്ചാൽ അത് നമ്മൾ 1 മീറ്ററിലപ്പുറം പോലെ അതിൻ്റെ ഉള്ളിലേ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ സമ്പർക്കം വരാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ധരിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാസ്ക് 100% പിന്നെ ഇത് പ്രൊട്ടക്ഷനൊന്നും അല്ല. അത് പിന്നെ എല്ലാവരും നാട്ടിൽ കിടന്ന എല്ലാ ആൾക്കാരും, സൂക്കട്ടുള്ളവരും ഇല്ലാത്തവരും എല്ലാ ആൾക്കാരും മാസ്ക് ധരിച്ച് നടക്കുന്നതൊക്കെ ആളുകൾ വെറുതെ ഒരു പാനിക് ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സിംറ്റം ഉള്ള ആൾ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമുള്ള ആൾ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം ചെയ്യുന്നത്. പക്ഷേ അതൊരു അബ്സല്യൂട്ട് ഒരു സാധനമൊന്നുമില്ല. അപ്പോൾ മാത്രമല്ല ഓരോ ആളുകളും പിന്നെ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വഴി കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ N95 മാസ്കൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത്രയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരു ഭീതിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ് തോന്നുന്നു. സ്റ്റാർട്ടിങ് കണ്ടല്ലോ. അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടാൽ രക്ഷപ്പെടുമോ എന്നുള്ളത് വളരെ വളരെ കാർഡിനലായിട്ട് നമ്മളെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രോഗത്തിൻ്റെ കാഠിന്യം വരുന്നത് ഏത് ലെവലിലാണ് ഈ രോഗം കിട്ടിയ ആൾക്ക് നേരത്തെ ആൾക്കുള്ള സമ്പർക്കം ഉണ്ടായത് എന്നനുസരിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുമ്പോൾ ലിനിയെ പോലുള്ള ആൾക്കാർക്കൊന്നും അന്ന് ഇത് അറിയുകയില്ല. സാധാരണ ഒരു പനി രോഗിയെ പരിചരിക്കുന്ന രീതിയിലാണ് അവർ പരിചരിച്ചത്. അപ്പോൾ അവരുടെ സ്രവങ്ങളും അവർ ഛർദ്ദിച്ചപ്പോൾ ഛർദ്ദിലെടുത്തിട്ടുണ്ടാവും, അതിനൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അതിന് അതേസമയം പിന്നെ നമ്മളിപ്പോൾ ആശാവഹമായിട്ടുള്ള രണ്ട് കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ള ആളുകൾ സുഖം പ്രാപിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളുടെ പല കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന്, ഏത് രീതിയിലുള്ള ലെവൽ ഓഫ് കോണ്ടാക്റ്റാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഒരു പ്രതിരോധശേഷി, രോഗത്തിൻ്റെ പ്രതിരോധശേഷി. ഇപ്പോൾ നമുക്ക് ലിനിയുടെ കുട്ടികൾക്ക് നമുക്ക് അവരോടുള്ള സമ്പർക്കം ഉണ്ടായതുകൊണ്ട് പിന്നെ ചെറിയ കുട്ടിക്ക് ഒരു കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി ബ്രസ്റ്റ് ഫീഡിലുണ്ട്, എന്നിട്ടും നമ്മൾ സംശയമെങ്കിലും ഭാഗ്യത്തിന് ആ കുട്ടികൾക്കൊന്നും പ്രശ്നമുണ്ടായില്ല. അപ്പോൾ അവിടെ കുട്ടികൾക്കുള്ള പ്രതിരോധശേഷി ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടിയത് കൊണ്ടായിരിക്കാം അവർക്കത് വരാതിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ മരിച്ച പല ആൾക്കാരും ചെറുപ്പക്കാരാണ്. അതാണ് വേറെ നമ്മളെ അവർ ഈ വൈറൽ ലോഡ് കിട്ടിയത് അത്രയും ഹെവി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതേസമയം പിന്നെ പൊതുവേ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, നമ്മളുടെ പ്രതിരോധശേഷി കുറവായിട്ടുള്ള കുറേ ആളുകൾ നമ്മളെ ഇടയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കിഡ്നി അസുഖമുള്ള ആളുകൾ, വൃക്ക അസുഖമുള്ള ആളുകൾ, റീനൽ ഫെയിലിയറൊക്കെ ഉള്ള ആളുകൾക്ക് പൊതുവേ അവരുടെ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. നമ്മളെ വീട്ടിലും നാട്ടിലൊക്കെ ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ വീട്ടിൽ ഒരാൾക്കെങ്കിലും പ്രമേയം എന്നുള്ളതാണ്. പ്രമേഹമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അത് കൺട്രോൾഡ് അല്ലാത്ത പ്രമേയമുള്ള ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതിന് ചികിത്സ എടുക്കുന്ന ആളുകൾ, അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കിട്ടുന്ന ആളുകൾ,
ഇവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ആൾക്കൊക്കെ രോഗപ്രതിരോധ ശക്തി കുറവാകുകയും ഇത്തരം ആളുകൾക്ക് നിപ്പ എന്നല്ല ഏത് രീതിയിലുള്ള അസുഖം വന്നു കഴിഞ്ഞാലും അത് വളരെ ശക്തിയായിട്ട് അത് പടർന്നു പിടിക്കുകയും അവരെ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഇറക്കി കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും. അത് വേറൊരു വിഷയം കൂടെ അതിലൊരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം ഈ നിപ്പയുടെ ഒരു ഭയം കാരണം ഈ ഡയാലിസിസിനൊക്കെ പോകുന്ന രോഗികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, കിഡ്നി രോഗികൾ, വൃക്ക രോഗികളൊക്കെ തന്നെ അവർക്ക് പലപ്പോഴും ചെറിയൊരു പനിയൊക്കെ വരുവാണെങ്കിൽ പേടിച്ചിട്ട് അവർ ആശുപത്രിയിൽ വരുന്നില്ല. പിന്നെ അതെന്താ വെച്ചാൽ രോഗം മോളേറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതി, കാരണം അവർക്കൊക്കെ ചെറിയൊരു സാധനം വരുമ്പോഴത്തേക്ക് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങനെ ഒരു പ്രതിഭാസം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മെസ്സേജസ് പോകണം. കാരണം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ആൾറെഡി വേറെ അസുഖമുള്ള ആളുകളൊക്കെ ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്ക് അത് നിപ്പയാണ് എന്ന് വിചാരിച്ചിട്ട് ഐസൊലേറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഡോക്ടർമാരെ കാണാതിരിക്കരുത്. അങ്ങനെ അതിനുണ്ടാവുന്നില്ല. കാരണം വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ ഇവർ അടുത്ത് തന്നെ അടുത്ത് തന്നെ എനിക്ക് ഈ 2 ദിവസം മുമ്പ് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കിഡ്നിയെ ബാധിച്ചിട്ടുള്ള ഡയാലിസിസ് ഒക്കെ ഉള്ള ആളാണ്. അയാൾക്ക് പനി വന്നാൽ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ അവസാനം വളരെ പനിയൊക്കെ വന്ന് വളരെ കുറേ അധികം മോശമായ ശേഷമാണ് വരുന്നത്. ഈ നിപ്പ പേടിച്ചിട്ട് അങ്ങനെ ഒരു വശം വേറൊരു വശത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇടപെടേണ്ടതായിട്ടുള്ള ഉണ്ട്. ഓക്കെ, ഏതാ ആസ്ട്രേലിയൻ? ഓക്കെ, ആസ്ട്രേലിയൻ മെഡിസിൻ നമുക്ക് പിന്നെ അത് ഉപയോഗപ്പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാം. പക്ഷെ അത് എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ മുകളിലൊരു അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതാണ്, ഞാൻ പറയുന്നില്ല. കാരണം അതൊരു ഇമ്യൂണോഗ്ലോബുലിൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മരുന്നാണ്. അത് സ്പെസിഫിക്കലി നിപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു. പക്ഷേ അതെങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ട്രയൽ പോലെ അത് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ എനിക്കത് 100% നേരത്തെ നമുക്ക് മാത്രമല്ല, അതായത് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു തെളിവും നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇത് ഓക്കെയാണ് 100% ആണ് എന്ന് പറയാനില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ആവട്ടെ. ഈ വൈറസിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇങ്ങനെ ഒരു സാധനത്തിന് കഴിയുമാറാകട്ടെ എന്ന് ഞാനും നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ആളുകളുടെ പ്രധാന ആശങ്ക, ഇന്ന് രാവിലെ കേട്ടൊരു ക്ലാസ്സിൽ ഇത് പകരുന്നത് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ, അതായത് രോഗമുള്ള ആളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അതിഗുരുതരാവസ്ഥയിലാണ് ഈ വൈറസ് പുറത്തേക്ക് വരാൻ സാധ്യത എന്നുള്ളത് കേട്ടു. അത് ശരിയാണ്. ഇദ്ദേഹം ചോദിച്ചത് പിറകിലുള്ള ആളുകൾക്കായിട്ട് പറയുന്നു, ഈ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പല ന്യൂസിലും ഈ രോഗം പിടിപെട്ട് അതിൻ്റെ ഗുരുതരാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ പകരാൻ സാധ്യതയുണ്ട്, അതിൽ സത്യാവസ്ഥയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. കാരണം രോഗലക്ഷണം തുടങ്ങിയ നിമിഷം മുതൽ, അതായത് ഇൻക്യുബേഷൻ പീരീഡിൽ ഈ വൈറസിനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, നമുക്ക് രോഗലക്ഷണം തുടങ്ങിയ സമയത്ത് മുതലാണ് ഇത് മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അത് ഒരു കണക്കിന് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ആളുകളെ പ്രതിരോധിക്കാൻ നല്ലതാണ്. കാരണം ഈ രോഗമില്ലാത്ത ആൾ, ഇപ്പോൾ സപ്പോസ് എനിക്ക് എൻ്റെ ദേഹത്ത് വൈറസ് ഉണ്ട്, എനിക്കിപ്പോൾ രോഗലക്ഷണമൊന്നുമില്ല, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിനപ്പം രോഗലക്ഷണങ്ങളുള്ള ആൾക്ക് മാത്രമേ ഈ രോഗത്തെ കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ അണ്ടർലൈൻഡ് ഈ ആളുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട്, അടുത്ത് ബന്ധപ്പെടുകയും സമ്പർക്കം പുലർത്തുന്നവർക്കും ആണ് അതിനുള്ളൊരു സാധ്യത. അപ്പോൾ അത്തരം ആളുകളോട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും അതിൻ്റെയുള്ള മുൻകരുതലുകൾ, ജാഗ്രത, ഇതൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് പേടിക്കാനില്ല. കാരണം നമ്മളെല്ലാറ്റും റിസ്ക് അല്ലേ, എല്ലാ ദിവസവും ഇതുപോലെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾക്ക് ലീവേ കൊടുത്തിട്ടില്ല. ബാലുശ്ശേരിയിലെ കളക്ടർ ലീവ് കൊടുത്തു. പക്ഷേ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾ എല്ലാ ആൾക്കാരും ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുകയാണ്. അതും എക്സ്ക്ലൂസീവ്ലി നിപ്പ സെല്ല്. ഇപ്പോൾ എല്ലാ കേസുകളും, നിപ്പ സംശയിക്കുന്ന എല്ലാ കേസുകളും മെഡിക്കൽ കോളേജിൽ എന്നുള്ള സ്ഥിതിയിലായി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ട്രയാജ് സെല്ലിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ ഞാൻ നീ ജോലി നിർത്തിക്കൊണ്ട് പോരുന്നൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മളത് ചെയ്യുക എന്നുള്ളതല്ലാതെ, പിന്നെ ഇത് സമൂഹത്തിന് ഇങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ, നമ്മളാൽ കഴിയുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിഞ്ഞതെന്ന് എനിക്ക്. ഏതാ? ഓക്കെ, പശു, ആട് മുതലായവയിലൂടെ പകരുമോ എന്ന് ചോദിക്കുന്നു. ഇതിൻ്റെ ഈ വൈറസിനെ കൊണ്ട് നടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ മറ്റാളാണ്.
വവ്വാലാണ്. അതിൻ്റെ പ്രൈമറി സ്രോതസ് എന്ന് പറഞ്ഞാൽ വവ്വാലാണ്. പിന്നെ നമുക്ക് മലേഷ്യയിലുണ്ടായത്, എനിക്കിത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, മലേഷ്യയിലാണോ അതോ ബംഗ്ലാദേശ്, ഒരു സ്ഥലത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് പന്നി കയറി വന്നു. മലേഷ്യയിൽ പന്നി വന്നു. പക്ഷേ ബംഗ്ലാദേശിലായപ്പോൾ അതില്ല, നേരിട്ട് തന്നെ വവ്വാൽ ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വവ്വാലിലാണ് ഈ ബാക്ടീരിയ, ഈ വൈറസ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാരിയറായിട്ട് ബാധിക്കുന്നത്. ചില സമയങ്ങളിൽ പന്നി ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പന്നിക്ക് സമാനമായ രീതിയിലുള്ള അതേ ഗണത്തിൽപ്പെടുന്ന ആട് അങ്ങനെയുള്ള ജീവികളും വേണമെങ്കിൽ ഇടനിലക്കാരായിട്ട് ആക്ട് ചെയ്യാം എന്ന് വെച്ചിട്ട് ഇവിടെ എവിടെയും ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വൈറസിൻ്റെ ഒരു പ്രദേശം ഒരു 40 ഡിഗ്രീൻ്റെ അപ്പുറം ചൂട് സഹിക്കാൻ കഴിയില്ല. 40 ഡിഗ്രി ചൂട് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നല്ല വേനൽ, പാലക്കാടൻ വേനലിലുണ്ടാകുന്ന ടെമ്പറേച്ചർ വരെ നമ്മളെ ചൂട് കയറി കഴിഞ്ഞാൽ ഓൻ തീരും. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലും തിളപ്പിച്ച് ആറി കുടിക്കുന്ന വെള്ളത്തിലും അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും തന്നെ നമുക്ക് അതൊക്കെ സേഫാണ്, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, ഓക്കെ, അത് ഈ നിപ്പ 2ാം ഘട്ടം 3ാം ഘട്ടം എന്നുള്ള രീതിയിൽ അവരത് പറയാനുള്ളൊരു കാരണം, ആദ്യം കുറച്ച് ആളുകൾക്ക് അസുഖം വന്നു കൃത്യമായിട്ട്. അപ്പോൾ ഒരു 8-10 ആളുകൾക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ പിന്നെ പുതിയ കേസുകളും പുതിയ മരണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 1ാം ഘട്ടം തീർന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുകയോ സമ്പർക്കം പുലർത്തുകയോ തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ചാൾ, ഇപ്പോൾ നമ്മൾ ബാലുശ്ശേരിയിലെ കേസ് എടുക്കുകയാണെങ്കിൽ, ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ അധികം അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അവിടെ പറ്റിയത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ സാബിത്തൊക്കെ കിടന്ന പേരാമ്പ്രയിൽ ഇദ്ദേഹം പോയിട്ടുണ്ടായിരിക്കും, അടുത്ത് ഉള്ള ബെഡിൽ മറ്റോ ആയിരിക്കും ചിലപ്പോൾ അസുഖത്തിന് പോയിട്ട്. അതിനുശേഷം പിന്നെ 18 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കയറി വന്നു. അപ്പോൾ അതിൽ വേറൊരു ആദ്യത്തെ നിന്നല്ലാതെ വേറൊരു സെറ്റ് ഓഫ് ആളുകൾ വരുന്നത് കൊണ്ടാണ് അത് 2ാം ഘട്ടം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രീതിയിൽ ആരോഗ്യവകുപ്പും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഇതങ്ങനെ 3ഓ 4ഓ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ പോകാനൊരു സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, ഈ വൈറസിൻ്റെ, ഈ നിപ്പ വൈറസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ വിറുലൻസ്, അങ്ങനെ ഏറ്റവും ക്ഷൗരമുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആണ്. മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അവൻ്റെ പ്രകൃതിയാൽ തന്നെ അവൻ്റെ ഈ ശൗര്യത്തിന് ഒരു കുറവ് വരും എന്ന് മുമ്പുള്ള പഠനങ്ങളിൽ കാണുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവൻ കലാകാലം ഇവിടെ കയറിയിട്ട് കളിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതാ? ഓക്കെ, ഈ നിപ്പ വൈറസ് ഉള്ള ആളെ കൊതുക് കടിച്ചാൽ അസുഖം പകരുമോ എന്ന് ചോദിക്കുന്നു. കണിശമായിട്ടും ഇല്ല. കാരണം കൊതുകിൻ്റെ ശരീരത്തിൽ ഈ വൈറസിന് ജീവിക്കാൻ കഴിയില്ല. അതേസമയം നമ്മളെ ഡെങ്കു പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം മുതലായിട്ടുള്ള കൊണ്ടുവരുന്ന ആളുകൾ കൊതുകിലൂടെ തന്നെ പകരും. ഇത് നമ്മൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് പകരുന്നത്. എനിക്ക് ക്ലിയർ ആയില്ല. ആരെങ്കിലും ഫിറോസ് എന്താ പറഞ്ഞത്? ഓക്കെ, മരണപ്പെട്ട് കഴിഞ്ഞാലത്തെ അപ്പോൾ ഈ ഇതിലെ ബാക്കിയുള്ള മരണങ്ങളിൽ നിന്ന് നിപ്പ വൈറസ് മരണത്തിനുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള പല അസുഖങ്ങളും മരണപ്പെടുന്നതിലൂടെ ബോഡി മരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൃതമാകുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ നിന്ന് വൈറസുകളോ അല്ലെങ്കിൽ അണുക്കളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അത് വേറെ ആൾക്കാർക്കും അങ്ങനെ കിട്ടാനൊരു സാധ്യതയുമില്ല. പക്ഷേ ഈ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം, ഞാൻ പറഞ്ഞാൽ ഒരാൾ മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ വൈറസ് നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അത് മരണത്തിനും അപ്പുറം ആ ശരീരത്തിൽ നിൽക്കും. ആ ബോഡി ഭൗതിക ശരീരം നിലനിൽക്കുമ്പോൾ അതിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യവും ഉണ്ടാകും.
മാത്രമല്ല ഈ മരണശേഷം ഉണ്ടാകുന്ന ചിലപ്പോൾ നമ്മളെ ബോഡിയിൽ നിന്നൊക്കെ വരുന്ന ചില സ്രവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സാധനത്തിലൊക്കെ കണ്ടമാനം വൈറസ് ഉണ്ടാവും, നല്ല ഹെവി ലോഡ് വൈറസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് ഈ ബോഡി സാധാരണക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വിടാതെ നേരെ പ്ലാസ്റ്റിക് ഇതിൻ്റെ കവറിലൊക്കെ ആക്കി ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു വിഷയമാണത്. നമുക്ക് ഏറ്റവും അടുത്ത ആൾ, നമ്മളെ മകൻ, നമ്മളെ മകൾ, നമ്മളെ അച്ഛൻ, അമ്മ, അവരെ അവസാനത്തിലൊന്ന് കാണാനോ ഒന്ന് തൊടാനോ ഒന്നും കഴിയില്ല എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാധനത്തിൽ നമ്മൾ പെർമിറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകളെയും കൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കുരുതിക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ശാസ്ത്രീയ വശം കൊണ്ടാണ് അത്. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളെ അംസമാഷ് പറഞ്ഞ സ്ഥാനത്തിലേക്ക് ഇത് ഡിസാസ്റ്ററിൽ പെട്ടിട്ട് മരിച്ച ആളുകൾ എന്നുള്ള രീതിയിൽ ബോഡിയെ നമ്മൾ പരിഗണിച്ചാൽ എന്താ രക്തസാക്ഷി എന്നാണ് പറഞ്ഞല്ലേ? ശരി, അതെ. അപ്പോൾ അങ്ങനെ കൈകാര്യം ഫോർ ദ ടൈം ബീയിങ് പിന്നെ എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം, നമുക്കൊന്നും അങ്ങനെ പെർമനൻ്റ് അത്. പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണല്ലോ. സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സയൻസിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വൈകാരികമായിട്ടൊരു പ്രശ്നത്തെ നേരിടുന്നതിന് പകരം കുറച്ചും കൂടെ വിവേകപരമായിട്ട് നേരിടേണ്ടി വരും. ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും ഈ മരണത്തിന് ശേഷമുള്ളത് എന്നുള്ളത് വലിയ, നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ പലതും പറയും. നമ്മൾ പൂർണ്ണതയിലേക്ക് പോകുന്നു, ഇതൊക്കെയാണ്, മറ്റേ ലോകത്തിലേക്ക് പോകുന്നു, അപ്പുറത്ത് സ്വർഗത്തിലേക്ക്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ സ്റ്റിൽ ഇത് പിന്നെ ഏറ്റവും വലിയൊരു പ്രിക്കായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മളത് ഈ പറഞ്ഞ പോലെ പരീക്ഷണമാണ്. ഞാനത് എനിക്ക് നിങ്ങളടുത്ത് പറയരുത്. നിങ്ങളിത് എങ്ങനെ നേരിടുന്നു എന്ന് നോക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണമാണ്. അതെനിക്ക് ഈ ഒരു വേർഷനിൽ എനിക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മൾ സയൻസിൻ്റെ കൂടെ നിന്നേ മതിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനത്തിൽ ഈ നാട്ടിലുള്ള മുഴുവൻ പഴവും അതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കരുത്, പിന്നെ അല്ലെങ്കിൽ പഴം കഴിക്കരുതെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ വിഡ്ഢിത്തരമാണ്. ഈ പറയുന്ന എല്ലാ പഴത്തിലും വൈറസ് കിടക്കണോ? എല്ലാ പഴവും പിന്നെ വവ്വാൽ കടിച്ച് തുപ്പിയതാണോ? ഇല്ല, വെറുതെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ അസുഖങ്ങൾ അങ്ങനെയൊന്നും അത് പകരില്ല, ഇതൊന്നും പകരില്ല. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ. പക്ഷി കൊത്തി അല്ലെങ്കിൽ നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ അതല്ലാതെ വാങ്ങുന്ന സാധനങ്ങളിലൊക്കെ എന്താ ഉണ്ടാവുന്നത്? എനിക്ക് തോന്നുന്നു നമ്മളെ ഈ നാട്ടിൽ വരുന്ന ഒരു പഴത്തിലും ഒരു അണുവും ജീവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പോയിസൺ അല്ലാതെ അടിച്ചു കയറ്റിയിട്ട് അങ്ങോട്ട് വരുന്നത്. അതെ അതെ. അല്ല, അത് പിന്നെ നമ്മൾ പിന്നെ ഓരോ സ്ഥിതിവിവര കണക്കുകൾ പറയുന്നതാണല്ലോ. നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളെ പറ്റി ഒന്നും നമ്മൾ വല്ലാതെ ആലോചിച്ച് വിഷമിക്കാതെ നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈ കാര്യങ്ങൾ, ഹൈജീന്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ വെക്കും, വേറെ എങ്ങോട്ടും പോകില്ല. മാത്രമല്ല നമുക്കൊരു ബാധ്യതയുണ്ട്. കോഴിക്കോട് വന്ന ഒരു സാധനം ഇനി കൊച്ചിക്കാർക്കും തിരുവനന്തപുരത്തുകാർക്കും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതും കൂടി നമ്മളൊരു ബാധ്യതയാണ്. അത് നമ്മൾ ഈ പറഞ്ഞ മനുഷ്യത്വത്തിനോടും ഈ ലോകത്തുള്ള എല്ലാ ആളുകളോടും നമ്മൾക്ക് ഉള്ള ഒരു ബാധ്യതയാണ്. ഇത് അല്ലാത്ത രീതിയിൽ നമ്മൾ വല്ലാതെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ എയർപോർട്ടിൽ പ്രശ്നം, അങ്ങോട്ട് പോകാം, ഗൾഫിൽ പോകാം, എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് പേടി കുറച്ച് ഒഴിവാക്കണം. അതേസമയം നമ്മൾ കൃത്യമായിട്ട് സയൻസ് അനുസരിച്ചിട്ടുള്ള പിന്നെ ഈ പറഞ്ഞ ഹാൻഡ് ഹൈജീൻ, നമ്മൾ ആളുകളോട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ, പിന്നെ അതൊക്കെ ഇതാക്കുക. പിന്നെ ഈ അൺവാണ്ടഡായിട്ട് പിന്നെ വിടുന്ന ഈ മെസ്സേജുകളൊന്നും നമ്മൾ ദയവായിട്ട് ഫോർവേഡ് ചെയ്യരുത്. സത്യമുള്ളത് മാത്രം ഫോർവേഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് തന്നെ പാരയായിട്ട് വരും. നമ്മൾ ഇതിൻ്റെ ഒരു ഇതായിട്ട് ഈ ഒരു ഫോർവേഡും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റോങ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറേ ആൾക്കാർ വേറെയും നോക്കിയിരിക്കുന്നുണ്ട്. പുറത്തൊക്കെയുള്ള ആൾക്കാർ അവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. ഇപ്പം എനിക്ക് അറിയാം. അപ്പം ഞാനിപ്പം 2 ഇൻ്റർനാഷണൽ എക്സാം പിന്നെ ഞാൻ ഒന്ന് കോഴിക്കോടും ഒന്ന് കൊച്ചിയിലും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയ്ക്ക് നിന്ന് ആൾക്കാർ വരുന്നത്. ഒരു എക്സാം കോഴിക്കോട് നടക്കുന്ന എക്സാം എനിക്ക് മാറ്റേണ്ടി വന്നു. അതിപ്പോൾ മധുരയിലേക്ക് പോയി. പിന്നെ കൊച്ചിയുള്ളത് മാറ്റേണ്ടി വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കൊക്കെ ഒരുപാട് വ്യാപാര ബന്ധങ്ങളും ആൾക്കാർ വരുന്നതും പിന്നെ മക്കൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഭീതി വേണ്ട, ആവശ്യത്തിന് ഭീതി വേണം, കുറച്ച് പേടി വേണം.
നമ്മൾ തീരെ പേടിയില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു പേടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് തന്നതാണ്. ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണുന്ന ആളുകളോട് ചോദിച്ചത് വവ്വാലെല്ലാം തെളിഞ്ഞിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പഴം തിന്നുന്ന വവ്വാലെല്ലാം സാധിക്കുന്ന വീട്ടിലെ കണച്ചിന് പിടിച്ച വവ്വാലെന്ന് പിന്നെ എന്താണ് അല്ല, അതിലൊരു നമുക്കൊരു ശാസ്ത്രീയമായിട്ടൊരു സാധനങ്ങൾ വരുന്നത്. ഇപ്പോൾ അവരൊരു 3-4 വവ്വാലിനെ പിടിച്ചു. അപ്പോൾ ആ പിടിച്ച വവ്വാലിൽ അത് ഉണ്ടാവാതിരിക്കാം, ഇല്ലാതിരിക്കാം. എനിക്ക് അതിൻ്റെ ഒരു പിന്നെ കോൺട്രവേഴ്സിയിലേക്ക് നമ്മൾ പോയി ആളുകളെ ഇതാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു സംവേർ ഏതെങ്കിലും ഇപ്പോൾ ഈ പിന്നെ സാബിയത്തിന് വേറെ എവിടെന്നെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ മൂപ്പര് യാത്ര ചെയ്ത് എവിടെന്നെങ്കിലും കിട്ടിയോ എന്നതിന് നമുക്കറിയില്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള ഈ എൻറ്റമോളജി പോലുള്ള ആളുകൾ ആ രീതിയിലേക്കുള്ള ഇടപെടൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഹറിയാക്കണ്ട. നമ്മൾ ഈ പത്രപ്രവർത്തകരെ പോലും നമ്മൾ അവർക്കിടയില്ല. ഇപ്പോൾ ഒരു സാധനം കിട്ടിയ ഉടനെ തന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഈ ഞാൻ പത്രപ്രവർത്തകനോട് ആരെയും ക്ഷമിക്കണം. ഒറ്റ പത്രപ്രവർത്തകനും ഈ മരിച്ച ആൾക്കാരോ അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറത്തേക്ക് ഒന്നും ഇതേറ്റ് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇതെല്ലാവർക്കും ഒരു പരീക്ഷണമാണ്, ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ സമയം കൊടുക്കണം നമ്മൾ. ഈ രീതിയിലുള്ള പിന്നെ കുറച്ച് സാമ്പിളായിട്ട് കൈ കിട്ടിയ കുറച്ച് വവ്വാലുകളെ കൊടുത്തു. ചിലപ്പോൾ വേറെ ഒന്നിലുണ്ടാവാം. നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കൺക്ലൂഷൻ വരാതെ അത് സയൻറ്റിസ്റ്റുകൾ തീരുമാനിക്കട്ടെ, നമ്മൾ ധൃതി വെക്കണ്ട. ഒരു സമയം വരും, ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ അതിൻ്റെ ശരിക്കുള്ള സാധനങ്ങൾ വരും. എങ്ങനെ എന്നാലും വരും. അതെ. അപ്പോൾ അതെങ്ങനെയൊക്കെ കരുതാം നമുക്ക്. മറ്റൊരു ചോദ്യം, 2 ദിവസം മുമ്പ് കോടതിയിൽ നിന്ന് വീണ് മരിച്ച വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർക്ക് വൈറസ് ഏൽക്കാൻ ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എങ്ങനെ ഇടപെടും? ഒന്നുകൂടെ ഓർക്കനെ വായിച്ചാൽ പിന്നെ ഇതിൽ ഒന്ന് ഓർക്കനെ വായിക്കും, ബാക്കിയുള്ളവരും കൂടെ പിറകിലും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസം മുൻപ് കോടതിയിൽ നിന്നും വീണ് മരിച്ച വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർക്ക് വൈറസ് ഏൽക്കാൻ ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും അഥവാ ഇടപെടും? ഓക്കെ, ഇവിടെ ഇപ്പോൾ കോടതിയിൽ നിന്ന് വീട് മരിച്ച ആൾ നമുക്ക് നിപ്പ കൺഫേം ആയിട്ടുള്ള ആളാണെങ്കിൽ അത് കൊണ്ടുപോയ ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിന്നെ അത് നിപ്പയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടോ നമുക്ക്? മധുസൂദനൻ ഓക്കെ. അതിനൊരു സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മധുസൂദനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആളുകളെയും നമ്മൾ പ്രത്യേകം വിളിച്ചിട്ടും പിന്നെ ഗവൺമെൻറ് അത് ചെയ്യുന്നുണ്ട്, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അത് 6 പേരുടെ ഒരു ടീം ഇരുന്നിട്ട് ഡേ ആൻഡ് നൈറ്റ് ഇരുന്നിട്ട് എല്ലാ ആളുകളെയും ട്രാക്ക് ചെയ്തിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങനെ സംശയമുള്ള ആളുകളോ അവർക്ക് എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് വന്ന് നമ്മൾ ചികിത്സിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എന്ന് വെച്ച് നമ്മൾ കുഴഞ്ഞു വീഴുന്ന ആളുകളെ നമ്മൾ സഹായിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംശയമുള്ള ആളുകളെ നമ്മൾ ഇനി കുറച്ച് കാലം കൂടെ ഇടപെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിരീക്ഷണത്തിലുണ്ട്. അത് മാത്രം അവരാണ് നിരീക്ഷണത്തിൽ. ഇനിയിപ്പോൾ വേറൊരാളങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ഇടപെടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഗ്ലൗസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെ ഒരു സേഫായിട്ട് ഇടപെടുക. നമുക്കിപ്പോൾ അത്രേ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു വളരെ ലൈവായിട്ടുള്ള, കാരണം ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഹോട്ട്നെസ്, അതിൻ്റെ ഒരു തീവ്രത കൊണ്ടാണ് ഒരുപാട് ആളുകൾ നിങ്ങൾ എത്രമാത്രം ഇതിനെപ്പറ്റി വെറീഡാണെന്നുള്ള ഈ ചോദ്യോത്തരത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ പോലെ തന്നെ എല്ലാ വിഷമവും നമ്മളിലും നമ്മളൊക്കെ അതേ ഇൻറ്റൻസിറ്റി തന്നെ നമ്മളും ഇതാണ്. കാരണം നമ്മൾ ഡേ ടു ഡേ ഇതിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരാണല്ലോ. ഈ രോഗികളുമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ നിങ്ങളെ മുമ്പിൽ പിന്നെ ജീവനോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാവർക്കും കയറി പിടിക്കില്ല. നമ്മളത് പിന്നെ ആവശ്യമായ പിന്നെ പ്രതിരോധ സാധനങ്ങളും സുരക്ഷയും ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുന്നതുകൊണ്ടാണ് നമുക്കതിന് കഴിയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അത് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നിങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അതൊക്കെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യുണീക്കായിട്ടുള്ള ഒരു ഓഡിയൻസാണ്. തികച്ചും വ്യത്യസ്തമായിട്ട് ഞാൻ ഒരിക്കലും ഇന്ന് രാവിലെ എണീക്കുമ്പോൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഓഡിയൻസ് നിങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യാനും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിന് ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതായാലും നമ്മൾ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഈ നഗരത്തിൽ വളരെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കച്ചവട മേഖലയിലായാലും ആളുകൾ ഇടപെടുന്ന രീതിയിലായാലും. ഇപ്പോൾ പള്ളി തന്നെ സഫിൻ്റെ അടുത്ത് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഒരു വലിയ ആശങ്കയായതുകൊണ്ട് തന്നെ മൊയ്തീൻ പള്ളി അതിൻ്റെ സാമൂഹിക വിഷയം എന്നുള്ള നിലക്ക് ഇത് കണക്കിലെടുത്തുകൊണ്ട് അതിൽ ഇടപെടുകയായിരുന്നു. ഇതിൻ്റെ ഭാരവാഹികളിൽ അത് ക്രിയാത്മകമായി ഇടപെട്ടതിൽ നിന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ ആളുകൾക്കിത് നേരിട്ട് ലഭിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വരുന്ന ഒരുപാട് എന്താ പറയുക, ഒരു കൺഫ്യൂഷൻസ് അത് തീർക്കാനും കൂടി ഈ അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മൾക്ക് ഉപകാരപ്പെട്ടു. ഏതായാലും ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വൈകിയ വേളയിലെങ്കിലും എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് തിരക്കുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിന് നമ്മുടെ ആത്മാർത്ഥമായ നന്ദി മൊയ്തീൻ പള്ളിയുടെ കമ്മിറ്റിയുടെ പേരിലും ഇവിടെ കൂടിയ എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.